ഓക്കെ ടി വി യൂട്യൂബ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു വെഹിക്കിൾ ഇവിടെ കെ കെ ബി ഹെലിയെ സ്പോട്ട് ചെയ്തു. കെ കെ ബി എവിടെയാണ്? ഈ ഏരിയയിലും കാണുന്നില്ല. ആ ഓക്കെ അതെ ഇവിടെ ഉണ്ട് കെ കെ ബി. ഇവിടെ ഈ ഏരിയയിൽ കെ കെ ബി ആൻഡ് ടി വി ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ. ടി വി ഹെലി റിവറി കിട്ടിയില്ല ഇവർക്ക്. ടി വി ഹെലി റിവറി ഇല്ല ഇവർക്ക്. ഓക്കെ കെ കെ ബി 5 വണ്ടിയും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ കെ കെ ബി പുഷ് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. കെ കെ ബിയുടെ ഒരു വെഹിക്കിളിലൂടെ ടി വിയുടെ ഒരു വെഹിക്കിളിലൂടെ. ഓക്കെ കെ ബി ഓൺ ദി ഫുട്ട് ഫയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ടി വി കവർ എടുത്ത് നിൽക്കുന്നു. ഓക്കെ ടി വി കൗണ്ടർ ഫയർ അടിക്കുന്നുണ്ട്. നല്ല അടി കിട്ടി. വെഹിക്കിൾ ഡാമേജ് ആയിട്ടേ ഉള്ളൂ, ചെറുതായിട്ട് ആർമ തോന്നും. ശരി ഇവിടെ ഏത് ഏരിയയിൽ തന്നെ നിൽക്കുവാണ്. ഓക്കെ കെ കെ ബി പുഷ് ചെയ്യുന്നുണ്ട് താഴെ കൂടെ. ഈ ഒരു റേഞ്ചിൽ നിന്ന് കെ കെ ബി പുഷ് ചെയ്യുന്നു. ഓക്കെ കെ കെ ബി പുഷ് ചെയ്തു ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ഫിറ്റിങ്. ഓക്കെ കെ കെ ബി ഓൺ ഫുട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. നിന്ന് കളിക്കുകയാണ് കെ കെ ബി. ഓക്കെ കൗണ്ടർ ഫയർ ഇറങ്ങി. ഓക്കെ കൺട്രോൾ ചെയ്യുന്നു. നൈസ് അടി. ഓക്കെ 135 വാച്ചിങ് കേസ് ഓ ഇല്ലവൻ അവനെ പുഷ് ചെയ്യണോ? അല്ല ചെയ്യുന്നില്ല. ഇല്ല ഓക്കെ കെ ടി വിയുടെ ഒരു വെഹിക്കിൾ മാത്രമായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. റൊട്ടേഷൻ എടുക്കാൻ തോന്നുന്നു. ടി വി ഇവിടെ തന്നെ കളിക്കുകയാണ്. കെ കെ ബി ഇവിടെ ഓൺ ഫുട്ട് ഇറങ്ങിയിട്ടുണ്ടേ. താങ്ക് യു സോ മച്ച് ഫോർ ദ 100. എന്നാ ഈ ഗോൾ എനിക്ക് ഇവിടെ ഓൺ ഫുട്ട് ഇറങ്ങിയത്. എനിക്ക് എന്നാ പിന്നെ എനിക്കൊന്ന് ആഷിഖ് സാദർ താങ്ക് യു 100. ഓക്കെ കെ കെ ബി കൗണ്ടർ ഫയറിംഗ് ഇവിടെ. സോറി ടി വിക്ക് കൗണ്ടർ ഫയറിനായിട്ട് കെ കെ ബി ചത്ത് മിക്കവാറും വണ്ടികളും കേട്ടു. ഓക്കെ ജസ്റ്റ് മിസ്. ആരും ഡൗൺ ആയിട്ടില്ല ഇതുവരെ. നൈസടാ വണ്ടി പോയാ നൈസ്. ഒരു ടൗൺ പോലും വീണില്ലൂടെ. വാറായ ഓക്കെ കെ കെ ബി ഓക്കെ എവിടെയാണ് മാർക്ക് ചെയ്തത്? ഓക്കെ എജെ ഡൗൺ ഫസ്റ്റ് ഡൗൺ എജെ സെയിൽസ്. ഓക്കെ കെ കെ ബി ജെക്സി ഡൗൺ. ഇവിടെ 723 674. ഓക്കെ ഇവിടെ ഓൺ ഫുട്ട് ഫൈറ്റിന് ശ്രമിക്കുന്നു കെ കെ ബി. ചെറപറ അടി ഇവിടെ. നല്ലൊരു അടി കൊള്ളുന്നുണ്ട്. അടുത്ത വെക്ക് സാവേജ് ഒരു വെക്ക് സാവേജ് ഒരു വെക്ക് എടുത്ത് എന്ത് സംഭവിക്കുന്നേ? ഇവിടെ മൊത്തത്തിൽ മറ്റേ പാണ്ടിക്കുട്ടായ അവിടെ ആരാ വന്നത്?
എല്ലാരും എന്തുവാടാ ഇവിടെ? ഇവിടെ വീണു. ഓ KKB ചുറ്റിനും അടിയുണ്ട് കേട്ടോ. KKBക്ക് ചുറ്റിനും അടി. വാസ്കോനെ അടിച്ചോട്രാ, ഓപ്പൺ. ഓ ഈ സൈഡിൽ നിന്ന് ഒരു പുഷ് ടിവിയുടെ ഇവിടുന്ന്. ഓക്കെ ഓക്കെ ടി വി ഇവിടെ ബാക്ക് സ്റ്റാപ്പ് കുത്തും. ഓക്കെ ടി വി കെവിൻ ഡൗൺ, TK രായൻ ഡൗൺ. ബാക്കിലാരോ വന്നായിരുന്നല്ലോ. ലിക്ക് സാഹചര്യം ഇച്ചിരി ലേറ്റ് ആയി. അങ്ങനെ യൂസൊക്കെ അടിക്കട്ടെ അവർക്ക്. എത്ര അടി അടിക്കണോ ഒരാൾ വീഴണം. ഓക്കെ ടി വി ഫ്ലഫി ഡൗൺ. ഓ ഇവിടെ ഇടിച്ചു കളിക്കുന്നു. ഓ ടി വി ഹെൽമെറ്റ് കടിച്ചിട്ട് കഴിഞ്ഞല്ലേ. ഇപ്പൊ എന്താണ് നമ്മളെ 9 പേര് ഡൗൺ ആയി. കിടിലൻ കളി നോർത്ത് നൈസ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ടീം ഇതുപോലെ ഇങ്ങനെ നിന്ന് ഒരിടത്ത് വളരെ ചുരുക്കം. KBയുടെ ജോൺ സ്റ്റീഫൻ ഉണ്ടെന്ന്. സ്റ്റൈലായിട്ടാണ് സെയിൽസിനെ നീയാണ് അടിച്ചിട്ടത്. ഫ്ലഫി നിനക്ക് കിട്ടിയ നിനക്കാണ് അവനെ കിട്ടിയത്. സ്റ്റൈലായിട്ട് ഇരുമ്പോ ചാച്ചിക്കോ മാത്രമേ പറ്റുള്ളൂ. കണ്ട് അവന് വെടിവെക്കാൻ പറ്റാണ്ടാണ് എന്റെ ഹെൽമെറ്റ് ഇടിച്ച് കൊന്നിട്ട് അവൻ വണ്ണച്ചുവായി. അപ്പഴാണ് നീ അവൻ ഇടിച്ചത്. സിറ്റുവേഷൻ ended 3 days cool down applied. Okay. പയ്യന്മാർക്ക് നമ്മളിവിടെ കാലുകുത്തിന് അന്ന് തൊട്ട് ഒരു സിറ്റുവേഷൻ എടുക്കണമെന്ന് ഭയങ്കര മുട്ടി നിക്കുവായിരുന്നു. വലിയ കഴിയായിരുന്നു. വലിയ ഒരുത്തനെ അടിച്ചപ്പോ അങ്ങ് വലിയ മാസമായിരുന്നു. എന്തോ പറ്റി സീരിയസ് ആയിട്ട് പറയാം. ഇവിടെ ആരും ഈ മെക്കാനിക്സ് കളിച്ച് ഒന്നും ഗ്രൈൻഡ് ഇട്ടില്ല. ഇവിടെ അന്ന് നമ്മള് ഇവന്മാർക്ക് അടിക്കാമെങ്കിൽ ഈ ടൈമിൽ നമ്മൾ അടിക്കായിരുന്നു. അതുപോലെ ഇവന്മാർക്ക് പറ്റിയില്ല. ഞാൻ എക്സ്ലാൻഡസില് മര്യാദക്ക് അടിക്കാൻ അറിയാവുന്ന ടീം എന്ന് പറയുന്നത് KV. അവന്മാരായിട്ട് എന്തായാലും അവന്മാര് വാറെടുക്കത്തില്ല. ബാക്കി ഇവിടുത്തെ അണ്ണാമ്പണ്ണി മരപ്പട്ടികളെ അടിച്ച് ശീലിച്ചു വെച്ചിരിക്കുക. ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ. ഇവന്മാർക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇത്ര. ലോബിമാര് പറഞ്ഞില്ല. അവന്മാര് ഇനി തല്ല് കൊള്ളുമ്പോ പഠിച്ചോളൂ. ഇനി മനസ്സിലാവും. ഇനി തല്ല് നല്ല കിട്ടിയില്ല. ഇന്ന് കിട്ടി. അങ്ങനെയാണോ പറഞ്ഞല്ല? അങ്ങനെയാണോ ഇതുണ്ടല്ലോ അത്യാവശ്യം നല്ല ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ആണോ ഇവിടത്തെ? എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചത്. എനിക്ക് തീട്ടായിട്ടാണ് അല്ല സീരിയസ് ആയിട്ട് വെച്ചേട്ടാ. അങ്ങനെയല്ല ഇതുണ്ടാ ഹുക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലല്ല ഞാൻ ഒരു കാര്യം പറയണേ. നമ്മളിവിടെ വന്ന് എല്ലാ സോൾവ് ചെയ്ത് നമ്മളെല്ലാം ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ പയ്യെ തുടങ്ങാന്ന് വെച്ചിട്ട് ഇവന്മാർക്ക് തുടക്കം വന്നതിന്റെ അന്ന് തൊട്ടങ്ങ് അടിക്കണം. വന്നതിന്റെ അന്ന് തൊട്ട് അവന്മാർക്ക് അടിച്ചേ പറ്റുള്ളൂ. അത് അവന്മാർക്ക് മുട്ടി നിൽക്കുമായിരുന്നു തല്ലുപള്ളികള്. കൊണ്ടു തുടങ്ങട്ടെ. ഇവിടെ നിന്ന് തുടങ്ങട്ടെ. ഇവിടെ വെച്ച് പൊട്ടിച്ചോ. പക്ഷെ ഇനി ഇതെടുത്തിട്ട് വേറെ പോയി ഞാൻ നോക്കിട്ട് ചാവത്തില്ല. നിങ്ങൾ അടിയോട് അടി. എന്താ ചാവാത്ത? ഞാനേ ഇപ്പൊ നോക്കുന്നത് അവൻ ചാവുന്നില്ല. ഒരുത്തമാര് എന്തിനാണ് അത് ആലോചിക്കുന്നത്? ഇത് സംഭവം വെച്ചാൽ ഒരുത്തിനെ ഒരു 3 പേരൊക്കെ ചേർന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണോ ആ രീതി കളിച്ചിട്ടേ കാര്യമുള്ളൂ. മനസ്സിലായി? ഇവിടെ ലൈക് പാണ്ടിക്കുത്ത തന്നെയാണ് ബെറ്റർ സത്യം പറഞ്ഞത്.
നന്നായിട്ട് കളിച്ചതാ. ബ്രോ ഞാൻ സിറ്റി കയറുമ്പോ നിക്കും സാവേജ് കൂടി കളിച്ചത് നൈസായിരുന്നു. നൈസ് 2 കവർ നൈസായിരുന്നു. നിക്ക് സാവേജിന്റെ പൊസിഷനിങ് നൈസ് ആയിരുന്നു കേട്ടോ. എല്ലാരും നന്നായിട്ട് കളിച്ചതാ. എല്ലാരും നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ആടാടാ ഇവിടെ പോയിട്ടാ റെസ്റ്റ് ഇറങ്ങുവാടാ. എനിക്ക് വയ്യ. റെസ്റ്റ് ഇറ്റാച്ചി പിഒ ചോദിക്കോ. ഞാൻ സംഭവം കളിച്ച നിങ്ങളെ വാറിൽ ഏറ്റവും കിടിലം ഒരു കോൺട്രിബ്യൂഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിക്ക് ഇവനാണ് സാവേജ്. നിങ്ങൾ കണ്ടോണേ ഇവിടെ ഇവിടെ വെച്ചൊന്ന് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കളി നമ്മളൊരു പോയെന്നല്ല, നമ്മളെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി ഇവിടെയാണ്. നോക്കിയോ ശിവമാര് നോക്കിയോ. എന്താണ് ഇവിടെ കണ്ട, ഇവിടെ എത്തിയപ്പോ എല്ലാരും ഇവിടെ ഫൈറ്റ് എടുക്കാൻ ആൾക്കാർ വന്നു. പക്ഷെ ഇവിടെ റൗണ്ട് ഫുഡ് ഫൈറ്റിന് ശ്രമിക്കുന്നു. 5 പേര് ഇവിടെ മനസ്സിലായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 പേര് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ്. ഇവിടെയാണ് ഫസ്റ്റ് ഫൈറ്റ് പൊട്ടുന്നത്. താഴെ ഫൈറ്റ് പൊട്ടി പിന്നെ ഇവിടെ സ്നൈപ്പ് ഡൗൺ ആവും. പക്ഷെ സ്നൈപ്പ് വേറെ ഇവിടെ ആരും അമ്മമാരും ഡൗൺ ആവും. ഇറ്റാച്ചി ഇവിടെ ആരെയും വിക്ക് എടുക്കും. അല്ല സാവേജ് ഒരു വിക്ക് എടുക്കും. രായ അടുത്ത വിക്ക് എടുക്കും. അവിടെ താഴെന്ന് എടുക്കും. താഴെന്ന് രായനിപ്പോ ഒരു വിക്ക് ഇട്ടോ. ഒരു വർഷം അടിക്കണോട് അവർക്ക് ചാവണമെങ്കിൽ എന്തൊരു സരക്കണ്ണ ഇത് നടന്നോണ്ടിരിക്കുമ്പോഴേ ഇവിടെ എന്താ കോള് കേൾക്കണെന്ന് അറിയോ സരക്കണ്ണ? രായ എന്താ വലിയാന്ന് വലിയാന്നുള്ള കോളാണ്. ഞാനും ഓക്സി എന്ന് റേഡിയോ ഇരുന്ന് പറയാ വലിക്കല്ലേ അടിച്ചടിച്ച് കളിക്കുന്നത്. വലിക്കാതെ അല്ല ബാക്കിയുള്ളവരോട് വന്ന് കൂടെ സത്യം പറഞ്ഞ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഒരു വൃത്തിയുടെ പൊസിഷനിലോട്ട് എത്തി. അപ്പൊ നോക്കിയോ ഇപ്പൊ കണ്ട ഇവന്മാർ ഇവിടെ ഇത്രയും മോള് കേറി. ഇപ്പൊ നോക്കി ഇപ്പഴാണ് പയ്യന്മാർ എൻട്രി. ഇത് ഞാൻ കണ്ട് ഇവന്മാര് ഈ സാവേജ് നിക്ക് ഇവിടുന്ന് അടിച്ചപ്പോ ഇവന്മാര് ബാക്ക് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഫ്രണ്ടിക്ക് കേറിക്കോളാൻ പറഞ്ഞു. മുമ്പോട്ട് കയറാൻ പറഞ്ഞു. നിക്ക് സാവേജ് ഇവിടെ ഒന്ന് അടിക്കുമ്പോ അവന്മാര് പേടും. മനസ്സിലായോ? അവന്മാരെല്ലാം ഓടും. കണ്ട വഴി കണ്ട നമ്മളവിടെ പോകുമ്പോഴേ നമ്മളവിടെ ഒരു പിക്ക് എടുക്കും. എന്നിട്ട് സാവേജിന് നിക്കിനൊരു പിക്ക് കിട്ടല്ലേ ഇവിടെ. എന്നിട്ട് ഇവിടെ ഇവന്മാരെല്ലാം ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ ഇപ്പൊ രായനും ഇവര് മാത്രമാവും. ഞാൻ ഇവന് മാത്രം വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. വണ്ടി കയറാൻ പറ്റുമായിരുന്നാടാ? ഇല്ല വണ്ടി അത് കേറി കഴിഞ്ഞാ ചാവും. അതാ നിന്നടിക്കാൻ പറഞ്ഞത്. ഞാൻ 20-ലാണ് ഞാനും കിണ്ടിയും കൂടെ ഇവിടെ രായനും കെവിനും ഡൗൺ ആയി. മനസ്സിലായി? രായനും കെവിനും ഇവിടെ ഡൗൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ കറക്റ്റ് സ്റ്റാവേജ് നിക്ക് ഇവിടെ വരും. കറക്റ്റ് കണ്ട നൈസ്. ആ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് കറക്റ്റ് കയറും. പക്ഷെ ഇപ്പൊ ഒരു കോമഡി ഉണ്ട്. നോക്കിയോണേ ഇവിടെ ഇവൻ നോക്കുവാണെ 1 HP രായടാ. എന്നിട്ട് ഓട് നോക്കിയോണെ ഓടുകൂടെ അവിടെ നിന്ന് എത്ര ഫ്ലഫി ഡൗൺ ആയ. ഇപ്പൊ നോക്കിയോണെ ഇപ്പൊ നെല്ല് പോലത്തെ ഒരു സീനുണ്ട്. നോക്കിയോണെ നോക്കിയോണെ എന്നൊരു ഹെൽമെറ്റ് അടിച്ചിട്ട് അടിച്ചല്ലോ. എനിക്ക് ഫ്രാങ്കിനെ കിട്ടി. ഇപ്പൊ റൈറ്റ് സൈഡ് 2 പേരുണ്ട്. ഇവിടെ നൈസായിട്ട് ഇറ്റാച്ച് 2 വിക്കറ്റ് എടുക്കും. ആ സമയത്ത് കറക്റ്റ് ആ 2 ലോ പിക്ക് 3 ഫ്രാങ്ക് ജാക്ക് ബുൾസ് ഇത് കണ്ട ഇവിടെ ഇവിടെ വൻ പേടി. ഇവ ചാവേടാ റിഫ്രഷ് ചെയ്യടാ. കറക്റ്റ് റിഫ്രഷ് ചെയ്യും. സംഭവില്ലേ ഇവിടെ ലെഫ്റ്റ് സൈഡ് ലോ ആയി കണ്ട. റിഫ്രഷ് റിഫ്രഷ് എന്റെ എസ്കേപ്പ് ഉണ്ട് അവിടെ. അയ്യോ റിഫ്രഷ് ചെയ്തു. തുനിമോൻ എടുക്കും ലെസിനെ. സോ എടുത്തെടുത്തെടുത്ത് ഓക്കെ നമ്മളിവിടെ ഞങ്ങള് കളിച്ചെന്ന് കൊറേ നാൾക്ക് ശേഷമുള്ള വാറില്ല. അവിടുന്ന് വണ്ടി എടുത്ത് എന്തെന്നറിയാമോ ഈ സമയത്ത് നമുക്ക് പാർക്കോർ മൈൻഡ് വന്നില്ലല്ലേ? സ്പീഡ് പാർക്കോർ ഇട്ട് വണ്ടിയുടെ മണ്ട കയറും. പാർക്കോർ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സൈഡിൽ നിന്നിട്ട് ഞാൻ ഓടി വന്ന് ആ സൈഡിൽ നിന്ന് തള്ളി ഇട്ടിട്ട് എടുത്തിട്ട് അടിച്ചത്. ഹൈപ്പർ ക്രൂസർ ബ്രോ താങ്ക് യു ഫോർ 2000 rupees സൂപ്പർ ചാറ്റ്.
ഇത് എന്റെ whole survey TV എന്ന് നോക്കണ്ണ. പറഞ്ഞിട്ട് എന്റെ അമ്മ കാണില്ല എന്റെ ലൈവ് എടുത്ത് നോക്കണ ഞാനില്ല. അല്ല കില്ലുള്ളവരെ കാണിക്കും എനിക്ക് കില്ലുണ്ടോ അണ്ണ? എനിക്ക് കില്ലുണ്ടോ? എന്റെ കില്ലുണ്ട്. അണ്ണ എന്റെ വെച്ചാൽ 2.5 മണിക്കൂർ സിനിമയായിരുന്നു ഫുൾ വെടി മാത്രം. അയ്യോ ഞാനും കിട്ടിയ നരകത്തിലിരുന്നാണ് കളിച്ചത് അവിടെ. ഞാനുണ്ടല്ലോ ഒരു കാറിന്റെ ബാക്കിൽ അത് തന്നെ ഇവിടെ നോക്കണം എന്റെ അമ്മ. അയ്യോ ഇപ്പൊ മണിച്ചിത്രത്താഴിലും മറ്റേ വിൻഡോയിലൂടെ നോക്കുന്ന പോലെയാണ് ഇവന്മാര് നോക്കുന്നത്. ഇപ്പൊ ഓരോരുത്തന്മാര് തലയെടുപ്പം. ഇങ്ങനെയൊന്നും അടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ആണ്ടെ, ആണ്ടെ. ഓ, ബാക്കി കൂടി അവന്മാരെ back കൂടി, അവന്മാരെ ഓ നമ്മള് അവരുടെ അടുത്ത് അടിക്കും. ഇവിടെ ഇപ്പൊ ഒരു പടം എത്തി. ഇപ്പൊ നോക്കണം സ്പീഡിന്റെ ഒരു സാധനം ഇവിടെ. അവന്മാരാടി. അവനൊക്കെ ചത്തില്ല. സ്പീഡ് ഒരു ഇവര് ബാല ലൈവ് ഇട്ടേക്കുന്നു. ഇതെന്ത് വൈര്. പാർക്കോർ ഫെയിൽസ് ആണ്. പാർക്കോർ ഫെയിൽസ്. അയ്യോ ചത്ത് ആള് ചത്ത്. അവൻ പറഞ്ഞു കേട്ടോ സ്റ്റക്കായി ഇത്. എന്തിനാണ് ഇതൊക്കെ ഒരു ചാവതില്ല അടിച്ചിട്ട് ഇത് KGF ആണ്. ഇത് ശരിയായ KGF. ഞാനും ഇവനോട് ഞാൻ നോക്കുമ്പോഴേ കിണ്ടി വാലിന് ഇരുന്ന് അടി കൊള്ളണ്. എന്റെ ഓടും പിന്നെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ബാലിനൊന്ന് വീഴും. ഞാൻ വിചാരിച്ചു ബാലം വീണപ്പോ ചത്തെന്ന്. എന്റെ POVയിലൊക്കെ ബാലം വീണ് കിടക്കുമായിരുന്നു. ഇതെന്നിട്ട് എപ്പോഴാണ് അടിക്കണ? ഏതാടാ ഇതേതാ ഗ്യാഗ് ഇതൊക്കെ വൈര്. നമ്മള് ഒരിക്കലും നടക്കൂല. ഇത് എവിടെയൊന്നും നടക്കൂല. അവൻ ബാക്ക് ഇറങ്ങുകയാണെങ്കിൽ കേറി അടിച്ചോളാം. ഇവൻ ഇങ്ങനെ വീണപ്പോ ഞാൻ വിചാരിച്ചു ഇവൻ ചത്തെന്ന്. എന്റെ വ്യൂവിൽ ഇവൻ ചത്ത പോലെ ആയി കിടക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോ അടിച്ച് എടാ ആ അടിയിൽ അവന്റെ HP കുറഞ്ഞിട്ടില്ല. അതറിയോ? ഈ അടിയിലൊന്നും ചാവൂല. ചാവില്ലടാ. HP കുറയത്തില്ലടാ ഇവന്മാരുടെ. പകുതി HP കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഹീൽ അടിച്ച് ഫുള്ള്. എടാ ഹെഡ് കയറിയത് വിട്. ഡാമേജ് ഒരേപോലെ അല്ലേ? ശരിയാണ് കേട്ടോ. ഫ്രണ്ടിൽ നോക്കുമ്പോ റെഡ് ശരിയാണ് സാർ. ഫസ്റ്റ് വാർ ബാല നിനക്ക് ഭയങ്കര ഡിസൈഡ്. ഞാനിപ്പോ ഒരു സപ്പോർട്ട് വരും ബാല നിനക്ക്. എല്ലാവർക്കും നാളെ എന്റെ ഒക്കെ മന്തി ഉണ്ട്. ബാലം പ്രോപ്പർ 1v1 ആയിരുന്നു. ഞാൻ പോയി ഞാനെടുത്ത് എല്ലാവർക്കും അണ്ണാ എന്റെ കാർബൈന്റെ ഡ്യൂറബിലിറ്റി 0 ആയേ. കാണിച്ചോ സപ്പോർട്ട് ആയിരുന്നു. അണ്ണന്റെ ലൈവ് ഇത് കഴിഞ്ഞപ്പോ ഈ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകണം. ഞാനേ ഏറ്റാക്കെ എല്ലാരും ശ്രദ്ധിച്ചു. ഇവിടെ അടി കിട്ടുമോ? ഇവിടെ അടി കിട്ടും. നോക്കിക്കോളാം.
ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എല്ലാവർക്കും അത് തന്നെയാടാ. പുതിയ പൈസകൾ ഫയർ ചെയ്യുമ്പോ FPS പറഞ്ഞിട്ട് ഒരു സ്റ്റട്ടർ ആകുമായിരുന്നു. അത് എനിക്ക് സ്റ്റട്ടറിങ് വന്നിട്ടുണ്ട്. വൈഡ് ഫ്ലാങ്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. എന്തരത് ഇവിടെ കിട്ടില്ല കിട്ടി എനിക്ക് പറഞ്ഞാലും ഇവിടെ പോസ്റ്റ് ഇല്ലല്ലേ അളിയാ. എന്നിട്ട് ഇവിടെ നിന്ന് കേറാൻ നോക്കണ്ട. അവിടെ റീഫ്രഷ് ചെയ്യുമ്പോഴാണ് ചാവണം. നോക്കിക്കോണേ. ഈ റീഫ്രഷ് ചെയ്യണതിന്റെ അടിയിൽ അടി കിട്ടിയാലും ചാവും. അതങ്ങനെയാണ് ഞാൻ ചാവണം. കാരണം ലൈഫ് 0ലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആവും. അങ്ങനെ ആ 0ന് അടി കിട്ടിയാ ചാവും. അങ്ങനെ ഞാൻ ചത്തടാ. അങ്ങനെ ഞാൻ നോക്കിക്കോണേ. നോക്കി തൂറി എന്നിട്ട് അയ്യോ എന്നെ പിടിച്ചിട്ട് അവരെ നാളെ തൊട്ട് ടോപ്പിക് ആക്കൂടെ. ചുമ്മാ ഞാൻ ഇവിടെ വിട്ടായിരുന്നോളാം. അതെ അത് 2 വർഷം മുമ്പത്തെ ഒരു ടോപ്പിക്. അത് കഴിഞ്ഞ് ഇനി വയ്യ ശരിയാവോ വേടേ ബാക്കിയുള്ളവരെ. ഇപ്പൊ റീഫ്രഷ് ചെയ്യണം. ഇപ്പൊ റീഫ്രഷ് ചെയ്യാ. സെക്കൻഡില് 0 HP ആയി. അത് ഭയങ്കര മണ്ടർ റീഫ്രഷ് ആയിരുന്നു. നിനക്ക് ഓൾറെഡി ഇത്ര ഹെൽത്ത് ഉണ്ടായിരുന്നു മനസ്സിലായോ. അപ്പൊ നിനക്ക് ഫൈറ്റ് എടുക്കുന്നതിന് ഓപ്ഷൻ. പക്ഷെ എന്തായാലും ചാവും. കാരണം റീലോഡ് അടിക്കുമ്പോഴും ചാവും എന്തായാലും. നിക്കന്റെ അടുത്ത POV കാണുന്ന മുന്നേ ഞാൻ എല്ലാരോടും ഒരു കാര്യം പറയട്ടെ. ഫൈറ്റ് എടുക്കണ സ്ഥലത്ത് നിന്ന് അടിച്ചോണം. ആരും വലിയല്ലേ എന്നുള്ള കോള് തരില്ല കേട്ടാ. പിന്നെ എല്ലാരും മൈൻഡ് മാറും. ഇത് ഓർമ്മയുണ്ടോ ലാസ്റ്റ് ALX ആയിട്ട് പറ്റി വന്നപ്പോഴത്തേക്ക് 10 പേര് വലിയെന്ന് പറഞ്ഞ് അവര് വേണ്ട വലിയ അവർക്ക് അടിക്കാന്ന് പറഞ്ഞിട്ട് അവസാനം ഉള്ളവരും കൂടി കുത്തി കൊടുത്താൽ മതി. ഇവിടെ നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള ആ 3 പേര് അവിടെ ഓപ്പണിൽ അത് ചാവും. അവര് ഇവിടെ വെക്കുന്നവരെ ഇപ്പൊ നമ്മള്. അതെ ഒന്നെങ്കിൽ നമ്മളെല്ലാരും ചാവണം. 3 പേര് മാത്രമായിട്ട് ചത്തിട്ട് കാര്യമില്ല. ഓക്സി വെക്കില്ലേ ആരാണ് വണ്ടി എടുത്തിട്ട് പോയത്. അവരുടെ ഫ്രണ്ട് വണ്ടി എടുത്തിട്ട് പോയി ഓക്സിയുടെ ഫ്രണ്ട് ചെയ്ത്. ഓക്സിയുടെ കവറാണ് നഷ്ടപ്പെട്ടത് അവിടെ. ഓക്സി ഭയങ്കര ദേഷ്യത്തില്. ഓക്സി ആരാണ് വണ്ടി എടുത്തിട്ട് പോയത്. കണ്ട് Thank you for the 100 rupees, Anildev bro. Thank you for the 100 rupees. Thank you for thank you. അവരുടെ വണ്ടി ഒന്ന് സെലക്ട് POV വെക്കും. പിന്നെ ഞാൻ പിന്നെ അണ്ടി എത്ര വരെ വെച്ചോണ്ടിരുന്നത് എന്റെ അടുത്ത് ഇവിടെ ഐസ് വേടിയോടാ. ഇപ്പൊ അടിച്ചിട്ടാണ് ഞാനായിരുന്നേ വണ്ടി അപ്പൊ അടിച്ചേര്. നല്ല ഇവന്മാരുടെ വണ്ടിക്കിട്ട് വെടിവെക്കുമ്പോണ്ടല്ലോ നല്ല കത്തല്. നിക്ക എല്ലാരുടെ ഇടയിൽ കൂടെ പോയിട്ട് നോക്കുകയാണ് ഇവിടെ. എനിക്ക് വണ്ടി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ അടുത്ത നല്ല പൊസിഷൻ പിടിച്ചേനെ. പറ്റിയില്ല അവിടെ ഇതായിപ്പോയി. കൊള്ളോടാ ഇതൊക്കെ. റെക്കോർഡിന്റെ ആപ്ലിക്കേഷൻ ടെക്സ്റ്റൈൽസ് ഇപ്പൊ പറയും POV വേണം വേണം. വണ്ടി ഇരിക്കുമ്പോഴേ കിടന്ന്
നിനക്ക് സ്റ്റക്ക് ആവുന്നില്ലടാ, നിനക്ക് സ്റ്റക്ക് ആവുന്നില്ല. ഇല്ല. ആ അപ്പൊ അവന്റെ മീഡിയ രാജനെ പറയാഞ്ഞെന്ത് AJ ടെക്സ്റ്റൈൽസ് അവിടെ 0.25 ഇട്ട് വീഡിയോ. വന്നു 3 ഹെഡ് 90 ബോഡി ഹൈപ്പർ ഓർമ്മയുണ്ടോ? ഒരു സർപ്രൈസ് 19 ബോഡി. ഓർമ്മയുണ്ടോ ഹൈപ്പർ? അപ്പാപ്സ് ഇല്ല. മെസ്സേജ് കാണുന്നില്ല. 3 ഹെഡ് 19 ബോഡി. 319 ബോഡി. 19 ബോഡിയാണ് കേട്ടാ. ബോഡി അടിച്ച് കൊല്ലാന്നുള്ള ചിന്ത വേണമെങ്കിൽ 3 വരുന്ന ഒരുത്തരെ അടിക്കണം മിനിമം, അല്ലെങ്കിൽ അടിക്കട്ടെ. ഇല്ലില്ല, എന്നാലും ചാവില്ല. ഞാനും ചത്തില്ല, പിന്നെന്ത്? മിനിമം 3 വരുന്ന ഒരുത്തരെ അടിച്ചിട്ടേ കൊല്ലാൻ കൊല്ലാ മതി. അല്ലാതെ നടക്കൂല. മറ്റേ ഇതിന്റെ എക്സൈറ്റിസ്റ്റ് ഗ്യാങ് ചാറ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. ഇപ്പഴാ എടുത്ത് കരച്ചിലാണോ കരച്ചിലാണോ? എനിക്കൊന്ന് പോസ് ചെയ്തോളാം. ഇപ്പോഴത്തെ 2 ആൾക്ക് മനസ്സിലായി. ഞാന് 2 ഹെഡ് എടുക്കും. അവിടെ ആ മറ്റേ വൺ വേ ഇല്ല, അതെന്തൊരു പോയിന്റില്ലോ. ഇവ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? ഞാനാണെങ്കിൽ അറിയത്തുകൂടില്ല. ചത്തോയ ഇവിടെയാണ് നിക്ക് നീ വിളിച്ചത് സപ്പോർട്ട് ആ ഇപ്പഴാണ് നിക്ക് വിളിച്ചത് സപ്പോർട്ട് വേണമെന്ന്. റേഡിയോ മേടിച്ച് നിക്കുന്നുണ്ട്. നമ്മളെത്ര ലാസ്റ്റ്? ഒരു 5-6 പേരെന്തോ ഉണ്ട്. എല്ലാം കഴിയുമ്പോ ഞാൻ കത്തി കയറി വന്നു. ഞാൻ ആദ്യം കത്തി, ഞാനും നോക്കിയപ്പോ എല്ലാരും അടിപൊളിയായിട്ട് കളിച്ചടാ. പക്ഷെ നമ്മള് കുറച്ച് ദിവസം വാറെടുക്കാത്ത, പിന്നെ ഗൺ മെക്കാനിസവും പരിചയമില്ലാത്തതിന്റെ ഒരു ഇത് കുറവുണ്ട്. പിന്നെയാണ് വണ്ടി കയറ പാടാട്ടോ. വണ്ടി കയറ പാടല്ലേ, നമ്മളെ കിടന്ന് ഓട് വരുന്നു. കറങ്ങി തിരിഞ്ഞു കയറും, കറങ്ങി തിരിഞ്ഞു ബ്രോ ഓർമ്മയുണ്ടോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് രായന്റെ സ്റ്റാറ്റില്? ഞാൻ രായന്റെ ലൈവ് എടുത്തു. ഹൈപ്പർ ക്രൂസ്. ഓ എന്റെ ലൈവ് കാണുന്നുണ്ടാ? എവിടെ കാണുന്നുണ്ടാ? കളറൊക്കെ അടിച്ചോ മുടി? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എവിടുന്ന് തുടങ്ങണം? ഞാൻ 120 FPS സ്ട്രീം ചെയ്യണത്. 120 FPS റെക്കോർഡ് ചെയ്ത. ഇവിടെ എവിടെ ഫൈറ്റ് എവിടെ ആയിരുന്നു? 48 FPS ഇവിടെ എനിക്ക്. ഇത് റെക്കോർഡ് സ്മൂത്ത് ആണേ ഉള്ളൂ. ഗെയിം പ്ലേയിൽ ഇത്ര സ്മൂത്ത് ഇല്ല. നാളെ കത്തും കേട്ടാ പൈസ. അതെന്താ അങ്ങനെ ഇത് 200 FPS നോക്ക് കണ്ട പെട്ടെന്ന് 180 രണ്ട് പയ്യന്മാരവിടെ ഇന്ന് അടിക്കുന്നത്. 2 പയ്യന്മാരവിടെ. ഈ 2 പയ്യന്മാരെ കണ്ടിട്ട് എനിക്ക് പേടിയാണ്. ബാലനൊക്കെ ഇപ്പൊ വീഴും അവിടെ ഇരുന്ന്. ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്തേക്ക് പോകുമ്പോ ബാലം വീഴും കേട്ടോ. ഇവിടെ ബാലം വീഴണതാണ്. ഞാൻ വിചാരിച്ച ബാലം ചത്തന്ന്. അപ്പൊ എന്റെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കുറഞ്ഞു. ഓരോ ആൾക്കാര് ചാവുമ്പോ കാണുമ്പോഴാണ് പ്രശ്നം. ഇതേ ഞാൻ വിചാരിച്ചു ചത്തന്ന് വിചാരിച്ചത്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോ പൊന്തി വരുമോ? വാരപത്ത്. അപ്പൊ ഓക്കെ പവറായി. അപ്പൊ പവറായി പിന്നെ വീണ്ടും അടി തുടങ്ങി. എനിക്ക് മനസ്സിലായില്ല. ലൈഫിലെ വരെ അറിഞ്ഞില്ല.
ജില്ല പടപട ഓ നൈസ് അത് പൈസ കൊടുത്ത് വരുത്തിച്ച ഒരു പയ്യനല്ലേടാ നീ അവൻ എന്നെ അടിയടാന്ന് പറഞ്ഞു ഒരു ലാസ്റ്റത്തെ ഇവിടെ ബാലം 1v1 കഷ്ടപ്പെടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ബാലിന് സഹായിച്ചു. അവന്റെ ബെല്ലടിച്ചേട്ടാ സത്യമാണ്. ഇപ്പൊ 30 സീരീസ് താഴെ ആർക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. അമ്പ എന്ന് പറയാം ആ കത്തി പോയി എപ്പോഴേ അമ്പയുടെ